ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 15-ാം ദിവസം. പാപം ചെയ്യുന്നവൻ റുഹദ ഖുദാസയെ അവന്റെ ഹൃദയത്തിൽ നിന്നും ഓടിച്ചു കളയുന്നു. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: പാപനിമിത്തം ദൈവത്തെ നീ എത്ര സങ്കടപ്പെടുന്നുവെന്ന് ചിന്തിക്കുക. പാപത്താൽ മരിച്ച ആത്മാവിന്റെ സ്ഥിതി ആലോചിക്കുക. നിന്റെ ഹൃദയപക്ഷം ഏതിലേക്ക് അധികമായി വേരൂന്നിയിരിക്കുന്നുവെന്ന് പരിശോധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും എൻ്റെ ആത്മാവിൻ്റെ ജീവനും എൻ്റെ നല്ല പിതാവും ദൈവവും എൻ്റെ സമസ്തവുമായ പരിശുദ്ധാരൂപിയെ, ഞാൻ പാപം ചെയ്യുമ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് കളയുമെന്നുള്ള വിചാരത്താൽ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ജീവനായ ദൈവമേ, നിന്നെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? വെള്ളമില്ലാത്ത ഭൂമി പോലെയും ഇടയനില്ലാത്ത ആട് പോലെയും ഞാനായി പോകും. നരകസിംഹത്തിൻ്റെ ഇര ഞാനായിത്തീരും. കഴിഞ്ഞ ജീവിതകാലത്ത് പല പ്രാവശ്യം ഈ നിർഭാഗ്യം എനിക്ക് സംഭവിച്ചു. ദൂർത്തനെ പോലെ പിതാവായി നിന്നെ ഉപേക്ഷിച്ച് ഞാൻ വലിയ ഭോഷനായി പോയി. ലോകപ്രപഞ്ചങ്ങളെ ക്രമാതീതമായി സ്നേഹിക്കുകയും നിന്നെ മറന്നിട്ട് പോലും അവയെ ഞാൻ അന്വേഷിക്കുകയും അനുഭവിക്കുകയും ചെയ്തു വന്നു. അല്പസുഖത്തിനും ലാഭത്തിനും പ്രീതിക്കും വാശിക്കും വേണ്ടി വിലതീരാത്ത മാണിക്യമായ എൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തി നിത്യനന്മയെ നഷ്ടമാക്കി. നല്ല ദൈവമായ റൂഹായെ, അപ്പോൾ നീ എന്നെ ശിക്ഷിക്കാഞ്ഞത് എത്ര വലിയ അനുഗ്രഹം! നീ എന്നെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിന്നെ അറിയുവാനും സ്നേഹിക്കുവാനും എനിക്ക് കഴിയാതിരുന്നേനെ. ഓ പരിശുദ്ധാരൂപിയെ, നിന്നോട് ഞാൻ പൊറുതി അപേക്ഷിക്കുന്നു. എൻ്റെ പാപങ്ങളെപ്പറ്റി മനസ്തപിക്കുന്നു, പരമാർത്ഥമായി ദുഃഖിക്കുന്നു. നീ എന്നെ ശിക്ഷിക്കുമെന്നുള്ള നരകഭയത്താലല്ല, സ്വർഗം കിട്ടുകയില്ലെന്നുള്ള ഖേദത്താലുമല്ല. എൻ്റെ ദൈവമായ റൂഹായെ, നിന്നെ സങ്കടപ്പെടുത്തിയതിനാലും നിന്നോട് പ്രതിസ്നേഹം കാണിക്കാഞ്ഞതിനാലും മാത്രം ഞാൻ ദുഃഖിക്കുന്നു. ദുഃഖാധിക്യത്താൽ മരിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹാഗ്നിയായ രൂപിയെ, നീ എന്നെ വെടിപ്പാക്കണമേ. നീജ സ്നേഹജലത്തെ എന്നിൽ നിന്നും വറ്റിക്കണമേ. വെടുപ്പുള്ള ഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ. സഹിയനോട് കരുണയുണ്ടായി അതിനെ വീണ്ടും നീ പണിയണമേ. വീണ്ടും ഞാൻ പാപത്താൽ മരിച്ചാൽ നീ എഴുന്നള്ളി വന്ന് എനിക്ക് ആത്മീയ ജീവൻ നൽകണമേ. പൂർണ്ണമായി നിനക്ക് ഭരമേൽപ്പിക്കുന്ന എന്നെ കൈക്കൊണ്ട് നിന്റെ ഇഷ്ടം പോലെ നടത്തിക്കൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: ഒരു വിനാഴിക പോലും പാപത്തോടുകൂടി ഞാൻ മേലാൽ ഇരിക്കുകയില്ല. റൂഹായെ, നിന്നെ കൂടാതെ ജീവിക്കുകയുമില്ല. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.